ചാമ്പ്യൻസ് ട്രോഫി വേദിയിൽ ഇന്ത്യ പാക് തർക്കം രൂക്ഷം. നിർണായക ICC യോഗം നാളത്തേക്ക് മാറ്റി. സമവായ ചർച്ചകൾ തുടരുകയാണ്. അനിൽ വാസുദേവ് ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി. അനിൽ, ഇന്ത്യ പാക് മത്സരം അത് എപ്പോൾ നടന്നാലും എവിടെ നടന്നാലും അത് എപ്പോഴും വാർത്തയാകാറുണ്ട്. ഇതിപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പോകേണ്ടതില്ല എന്നൊരു തീരുമാനം വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലം എന്താണ്? ICC ഇപ്പോൾ ഈ തീരുമാനത്തെ ഏത് രീതിയിൽ നോക്കിക്കാണുന്നു? പ്രജൻ, ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടത്തിപ്പിനുള്ള അംഗീകാരം ലോട്ട് കിട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. അവരതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ തുടങ്ങിയതാണ്. പക്ഷേ ഇന്ത്യ അവിടേക്ക് പോകില്ല എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണം 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള എല്ലാ ബൈലാറ്ററൽ ക്രിക്കറ്റ് ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചതാണ്. ഇന്ത്യ അവിടെ പോയി കളിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇവിടെ വന്ന് അങ്ങനെയുള്ള ഒരു പരമ്പരയോ ഉണ്ടായിരുന്നില്ല. ആകെ ലോകകപ്പ് അടക്കമുള്ള വലിയ ടൂർണമെൻറ്റുകൾ വരുമ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ ഇവിടെ വന്ന് കളിച്ചത്. ഇന്ത്യ ഒരു കാരണവശാലും ഇതുവരെ അങ്ങോട്ട് പോവുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പാകിസ്ഥാൻ അതിനുശേഷം നടത്തുന്ന ഏറ്റവും വലിയ ICC ടൂർണമെൻ്റാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. ഇന്ത്യ ആദ്യം മുതൽ തന്നെ നിലപാടെടുത്തിരുന്നു, ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നുള്ളത് തന്നെ. ICCയും ഇന്ത്യയുടെ വഴിക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് ICC ഇന്ന് വിർച്വലായി ഒരു യോഗം വിളിച്ചിരുന്നത്. പക്ഷേ ആ യോഗം ഇന്ന് നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ കാരണം ഇന്ത്യ പാക് ബോർഡുകൾ തമ്മിലുള്ള വലിയ തർക്കം നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് ഇല്ല എന്നുള്ളത് ഇന്ത്യ നിലപാട് അറിയിച്ചുവരുന്നു. ഒരുപക്ഷെ അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഇന്ത്യ ഇല്ലാതെ ടൂർണമെൻറ്റ് നടക്കട്ടെ, എന്നാൽ പോലും വേദി ടൂർണമെൻറ്റ് നടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ്. പക്ഷേ ICC പറയുന്നത് ഹൈബ്രിഡ് മാതൃകയല്ലാതെ ഈ ടൂർണമെൻറ്റ് നടക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ICCയുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും കിട്ടുന്നത് BCCIയിൽ നിന്നാണ്. BCCI നടത്തുന്ന ഇന്ത്യയുടെ മത്സരങ്ങളിൽ നിന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യൻ ടീമിനെ പിണക്കിക്കൊണ്ട് പാകിസ്ഥാനെ മാത്രം വെച്ചുകൊണ്ടും ICCക്ക് ഒരു ടൂർണമെൻറ്റ് നടത്തുക ചിന്തിക്കുക പോലും ആവില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ച് നടത്താം എന്നുള്ള ഒരു ഫോർമുലയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് മാതൃകയിൽ നടത്താമെന്നാണ് ICC പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നാളത്തേക്ക് തീരുമാനം നടക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് മുന്നോടിയായി പിൻവാതിലിലൂടെ അല്ലെങ്കിൽ മറ്റ് പോംവഴികൾ തേടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പാക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ, വിശ്വസനീയമായ മാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ BCCIയുടെ അകത്തു നിന്നും ഇത്തരം വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തർക്കം രൂക്ഷമാണ്. ഇന്ത്യ ഒരു കാരണവശാലും പോകില്ല എന്നുള്ളത്. ഒടുവിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഔട്ട്കമായി പ്രതീക്ഷിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ, BCCIക്ക് മുന്നിൽ കീഴടങ്ങും, ICC തീരുമാനം അംഗീകരിക്കും എന്ന് തന്നെയാണ്. എന്തായാലും ആ ഒരു നിർണായക തീരുമാനം നാളെ തന്നെ ഉണ്ടാകും. ICC ഈ ചാമ്പ്യൻസ് ട്രോഫി എവിടെ നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, ശരി, അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ത്യയുടെ അല്ലെങ്കിൽ BCCIയുടെ തീരുമാനം അത് ICC ഉൾക്കൊള്ളുന്നുണ്ട്. ആ രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി ഒരു പുതിയ ഫോർമുല ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടൂർണമെന്റ് ഇന്ത്യയെ ഉൾപ്പെടുത്തി തന്നെ നടത്തുക എന്നത് മാത്രമാണ് ICCക്ക് മുന്നിലുള്ള ഒരു വിഷയം. എന്നാൽ ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് നടത്തിക്കൂടെ എന്ന ചോദ്യം പാക് ക്രിക്കറ്റ് ബോർഡ് നടത്തുന്നുണ്ടെങ്കിലും അത് ചർച്ചയാവാൻ സാധ്യതയില്ല എന്ന സൂചനകൾ കൂടി വരുന്നു. കൃത്യമായ സ്വാധീനം BCCIക്ക് ICCയിൽ ഉണ്ട് എന്നതാണ് അതിന് ഒരു കാരണം. അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.